ഹായ് ഫ്രണ്ട്സ്, രൂപേഷാണ്. നമ്മൾ ജി എസ് ടിയിൽ നമുക്കറിയാം, പലരും കേട്ടിട്ടുണ്ടായേക്കാവുന്ന ഒരു ടേമാണ് ജി എസ് ടി നമ്പർ പോലെ തന്നെ കേട്ടിട്ടുണ്ടാവുന്ന ഒരു ടേമാണ് യു ഐ എൻ നമ്പർ. ഇതും ജി എസ് ടി ഐ നമ്പർ പോലെ തന്നെ 15 ഡിജിറ്റുള്ള ഒരു നമ്പറാണ്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം, യു ഐ എൻ നമ്പർ എന്ന് പറഞ്ഞാൽ യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എന്നുള്ളതാണ് അതിൻ്റെ ഫുൾ ഫോം. ഇത് സാധാരണ നോർമൽ ടാക്സ് പേയേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഐഡൻറ്റിഫിക്കേഷൻ നമ്പറല്ല. ഇത് പ്രധാനമായിട്ട് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസിൻ്റെ കീഴിൽ വരുന്ന ബോഡീസ് ഓരോ രാജ്യങ്ങളും പ്രവർത്തിക്കില്ല. അപ്പോൾ ഇന്ത്യയിൽ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ, പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ എംബസികൾ, ഇത് പ്രത്യേകമായിട്ട് നമ്മുടെ രാഷ്ട്രത്തിൽ പ്രവർത്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് അവർ ടാക്സ് ഇൻവോയ്സ് ഒന്നും കൊടുക്കുന്നില്ല. അവർ അവരുടെ മിഷന് വേണ്ടി പ്രവർത്തിക്കുകയാണ് എംബസികളൊക്കെ. അപ്പോൾ എംബസികൾ പ്രവർത്തിക്കുമ്പോൾ ഈ പറഞ്ഞ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ എംബസികൾക്ക് അവർക്ക് ഇവിടെ നിന്നും പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരാം. അപ്പോൾ അതിനവർക്ക് ഇൻപുട്ട് GST കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അവർ നൽകുന്ന ആ ഇൻപുട്ട് GST അവർക്ക് ക്ലെയിം എടുക്കാനായിട്ട് GSTയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നൽകുന്ന നമ്പറാണ് UIN നമ്പർ, യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. ഇത് ഉപയോഗിച്ചുകൊണ്ട് അവർ കൊടുത്തിട്ടുള്ള ഇൻപുട്ട് ടാക്സ് ക്ലെയിം ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതിന് GSTR 11 പ്രകാരം അവർ ഫയൽ ചെയ്യുകയാണെങ്കിൽ അവർക്കത് ക്ലെയിമായിട്ട് GST റീഫണ്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ UIN നമ്പർ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയെന്ന് ഞാൻ കരുതുന്നു. ഇതുപോലുള്ള കാര്യങ്ങൾ അറിയുന്നതിനായിട്ട് ഞങ്ങളുടെ ചാനൽ ക്യാപി ടാക്സിൻ്റെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ എല്ലാ മാസവും ഫയൽ ചെയ്യേണ്ട GSTR 1, GSTR 3B പോലുള്ള ഫയലിംഗ് എങ്ങനെ ചെയ്യാമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. QRMP സ്കീം, നോർമൽ സ്കീം, ഇതിലൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രാക്ടിക്കലി നിങ്ങൾക്ക് പഠിപ്പിക്കുന്ന ചെറിയ ഒരു 10 days ഒക്കെ വരുന്ന 7 to 10 daysനുള്ളിൽ നിങ്ങൾക്ക് ഇത് സ്വന്തമായി ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ ഇത് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ താല്പര്യമുള്ള ആളുകൾക്കും സ്റ്റേ കണക്റ്റഡ് വിത്ത് ക്യാപി ടാക്സ് ഇന്ത്യ.